തന്നെ മൂത്തൊരു ചോന്ന കളറ്. ഇമ്മ അവിടെ എന്തൊക്കെയോ തപ്പണുണ്ട്. ഇവിടെ ഏതാ വൈബ്. മരത്തിന്റെ ചോട്ടിലിരുന്ന് നട്ടപ്പാതിരക്ക് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സുലു കപ്പ. ഇത് കണ്ട് ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടായിക്കോട്ടെ. ഇതിന് ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ല. മറ്റേ പിന്നെ സുലു കപ്പ എന്തൊക്കെയാ ഉമ്മ കേട്ടോളി. സുലു കപ്പന്റെ കേട്ടോളി. അമ്മണ്ടെങ്കിൽ ഓക്ക് മന വേണ്ടിയില്ലല്ലേ. പപ്പല്ല മാരേജ് ആട്ടോ കുഞ്ഞുമണി. വാവ രാത്രിയൊക്കെ ആർക്കൊക്കെ ഫോൺ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ചാറ്റിങ് ഉണ്ട്. ചിങ്കിടി ചിങ്കിടി ചിങ്കിടി. തന്നെ മൂത്തൊരു ചോന്ന കളറ്. ഇത് മാന്തിയോ കുഞ്ഞുമണി മാന്തിയോ? സൂര്യൻ വന്നല്ലോ. ജിഗിടി ജിഗി ജിഗിടി ജിഗി. ഓ പിഷ്കു 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 പിഷ്കു. ടിഷ്യൂ 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 തെച്ചോ ടിഷ്കു. ചിങ്കിടി ചിങ്കിടി ചിങ് ചിങ്കിടി ചിങ്കിടി ചിങ് ചിങ്കിടി ചിങ്കിടി ചിങ് ചിങ്കിടി ചിങ്കിടി ചിങ് ടിഷ്യൂ 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 ചിങ്കിടി ചിങ്കിടി ചിങ്. ഇതാണ് പപ്പേ. ഉള്ള ഫ്ലാസ്കും മറ്റേ ചായപ്പൊടി പഞ്ചാരി മൊയ്വ കൊണ്ടുപോയിട്ട് വരുന്നു. കുറച്ച് നേരത്തിനാണ്. നാളെ ഉച്ചക്ക് കിടന്ന് പോകും. ഗൈസ് നമ്മളങ്ങനെ എറാ ഫാമിലെത്തി. മറ്റേ ചിക്കനും മീനൊക്കെ ചൂടാനുള്ള പരിപാടിയിലാണ്. കുട്ടാപ്പി മൊട്ടാപ്പി 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 വണ്ടി കയറിയിട്. ഒരുപാട് കാലത്തിന് ശേഷം മനയിലേക്ക് സ്വാഗതം. ഒരു മഹത്തായ ദിനം. അതെ, എറാ നേച്ചർ ഹോം സ്റ്റേ ആണ്. അപ്പോൾ നിൽക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഇവിടെ വന്ന് പരിപാടി നടത്താനും അതേപോലെ നല്ലൊരു വൈബ് സ്റ്റേ ഒക്കെ ഒരു ഫ്രീ ആയിട്ട് വൈബാക്കണമെന്നുണ്ടെങ്കിൽ പറ്റിയ സ്ഥലം കേട്ടോ. നല്ല ഞാൻ വിചാരിച്ചതിനെക്കാട്ടും സെറ്റപ്പ് ഒക്കെ ഉണ്ടോ. നമുക്ക് വള്ളത്തേക്ക് ഇറങ്ങേണ്ട കുഞ്ഞുമണിയാ. ആയിണ്ടേ കൂടെ അതിനെന്താ. നീന്തം പഠിച്ചണം. അത് കുറച്ച് ചേട്ടല്ലോ നമുക്ക് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ എറൻ്റെ ഹോം സ്റ്റേ കേട്ടോ. ഭയങ്കര പ്രീമിയം ഹോം സ്റ്റേ തന്നെയാണ്. ജാതി അയ്യോ നല്ല രസത്തിൽ സെറ്റ് ചെയ്തിരുന്നു. ഇവിടെയാണ് ഇതിൻ്റെ കിച്ചൺ വരുന്നത് കേട്ടോ. നമ്മളൊരു പെരൻ്റെ ഒക്കെ ഡിസൈനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സംഭവം കേട്ടോ. അയ്യോ കിടൽ ഫ്രിഡ്ജ് ഉണ്ട്. ഇങ്ങോട്ട് ചൂടാക്കാനുള്ളത് അങ്ങനത്തെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇനി റൂം കാണിച്ചു തരാം. ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. കുഞ്ഞുമണിയാ എനിക്ക് പറ്റിയ ലൈറ്റൊക്കെ ഉണ്ട് ഇവിടെ. ഇതാ ഇവിടെ ഒരു റൂമുണ്ട്. അതേപോലെ ഇവിടെ റൂമുണ്ട്. ഇവിടെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും വരില്ല. ഒരു ദിവസം ഒരു ടീം, വേറെ പുറത്തൊന്നും ആരും വരില്ല. അത്രയും പ്രൈവസിയിലാണ് അവർ സെറ്റ് ചെയ്തത്. ഫാമിലിയോ ചെക്കന്മാരോ ആർക്കും അങ്ങനെ നിൽക്കാം. ഒരു ദിവസം ഒരു ടീമിന് മാത്രമേ കൊടുക്കുള്ളൂ. അതിൻ്റെ ഒപ്പം വേറെ ഉണ്ടല്ല. നമ്മൾ അവിടുത്തെ കുളം, അതേപോലെ വലിയ പൂളുണ്ട്. പൂളൊക്കെ ഞാൻ കാണിച്ചു തരാം. പൂള് വളർത്തിയ ബാവക്ക് പറ്റിയ പൂള് കണ്ടില്ലേ അവിടെ. നീന്തറിയാത്തവർക്ക് ചാടാന് 2-10 രസം ഉണ്ടോ? ഇമ്മാക്ക് നീന്തറിയും, ബാവക്ക് അറിയില്ലല്ലോ. ബാവക്ക് മാത്രം നീന്തറിയാത്ത വീട്ടത്തില്. ബാവ കുഞ്ഞുമണിക്ക് വരെ നീന്തറിയാ. കുഞ്ഞുമണിക്ക് വരെ നീന്തറിയാലോ. ഇല്ല കുഞ്ഞുമണിയെ മൊട്ട സോപ്പി കൊട്ടാപ്പി മൊട്ട കൊട്ടാപ്പി മൊട്ട. മറ്റേ കോഴി ചൂടാണല്ലോ. ബ്രെഡാണ്. ബ്രെഡ് അതിൻ്റെ ഉള്ളിൽ അരക്കി ചൂടാക്കാനുള്ള. ഇമ്മ അവിടെ എന്തൊക്കെയോ തപ്പണുണ്ട്. ഇതിന്റെ സെറ്റിങ്സ് കാണാൻ നിങ്ങള് ഇതെങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുള്ള നമ്മളെ പെരാക്കൊക്കെ പറ്റിയ സാധനല്ലേ. ഇവിടെ പുറത്ത് വെച്ചുകാണ്ട് ബുദ്ധിമുട്ടാണത്. ഗൈസ് അങ്ങനെ ഇപ്പൊ ചായ ഉണ്ടാക്കി കുടിക്കുന്നു.
ഇപ്പനെ ഉണ്ടാക്കി ഇപ്പനെ സെറ്റാക്കി തരീന്ന് വെറുതെ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ കൊടുന്നു. ഇവിടെ ഞാൻ പറഞ്ഞില്ല അടുത്ത് ഇവിടെ ഒക്കെ ഉണ്ടാവും എന്നുള്ളത്. ഒരു സ്ഥലത്ത് ഉണ്ടായില്ല, അത് വെച്ചിട്ട് എല്ലായിടത്ത് ഇവിടെ ഉണ്ടാവും. ഇതൊക്കെ പ്രീമിയം സെറ്റപ്പ് അല്ലേ, ജാതി സെറ്റപ്പാ. രാവിലെ കാണാം ഇവിടെ. അതിലൊക്കെ കുറെ സ്ഥലങ്ങൾ നടന്ന് കാണാണ്ട്. ഇമ്മ എന്താ പറഞ്ഞ പോയത്തിനെ കാട്ടൊക്കെ ഇമ്മക്ക് പാത്രങ്ങളൊക്കെ പറ്റിയ പാത്രങ്ങളൊക്കെ ഇമ്മക്ക് ഇവിടുത്തെ അടുക്കള എല്ലാം പറ്റിയ കേട്ടോ. ഇവിടെ ടോട്ടല് 12 ആൾക്കാർക്ക് നിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടെയും അതിന്റെ അപ്പുറത്ത് ഒരു റൂം കൂടി ഇല്ലേ, ആ ഗസ്റ്റ് ഹൗസിൽ. അവിടെ കിബില നേരെ മുന്നിക്ക്. കിബില അറിയില്ലെങ്കിൽ അങ്ങനെ നിസ്കരിച്ചാൽ മതി. ഓള് കഴിച്ചിട്ടുണ്ടല്ലോ. ഏത് യന്ത്രം? എങ്ങനെ? വടക്ക് നോക്കി യന്ത്രം. അത് എവിടുന്ന കിട്ടാ? ഗൈസ്, നമ്മളെ സ്വീറ്റ് കോൺ റെഡി ആവാനായിട്ടോ. ഫസ്റ്റത്തെ തീറ്റ അതാണ് സ്വീറ്റ് കോൺ. മൊട്ടാപ്പിയ അതുണ്ട്. കട്ടയാ മുളക് ചുട്ട് ഉപ്പ് വേണോ? കുഞ്ഞുമണിക്ക് വേണോ? കുഞ്ഞുമണിക്ക് വേണോ? കുഞ്ഞുമണിക്ക് വേണോ? ഒരു പൊട്ട് കൊടുത്തേ. ശരിയായി. അൽഫാം അൽഫാം ഓ അതറിയാം. അൽഫാം അറിയാം. അല്ല വേറെ എന്തൊക്കെ ഉള്ളത്? വേറെ നമുക്ക് അമോറ് ചൂടാണ്ട്, അതായത് സൗദി ചൂടാണ്ട്, അതിന്റെ ഇടയിൽ കക്ക വരട്ടാണ്ട്, പിന്നെ നമ്മളെ മെയിൻ ഡിഷ് ചെമ്മീനും പൂളിട്ടടിച്ച. അൻവർക്ക് അതിന്റെ പേരെന്തായിരുന്നു നമ്മള് പറഞ്ഞേ? എന്താ സുർബി പൂളെന്ന് അങ്ങനെ തൊട്ടാണ് പേര്. നമുക്ക് കറക്റ്റ് എല്ലാ സാധനം ഉണ്ട്. ഒക്കെ ഇങ്ങനെ വരും, നമ്മൾ പൊളിക്കും. അതെ. ഇവിടെ ഏതാ വൈബ്, മരത്തിന്റെ ചോട്ടിലിരുന്ന് നട്ടപ്പാതിരക്ക് മറ്റേതൊക്കെ തിന്ന. ഓ വൈബ് തന്നെ ഗൈസ്. നമ്മളെ അമോർ മീൻ കേട്ടോ. പിന്നെന്താ പൂളല്ലേ, ഇത് രണ്ടും മിക്സ് ആക്കിട്ട് ചെയ്യാം. ഓക്കെ, സുലു കപ്പ നമ്മളെ കുക്ക് സൗദി സുലു കപ്പക്കുള്ള കപ്പ റെഡി. ചെമ്മീൻ ഇപ്പൊ വരും. ഓക്കെ, അതിന്റെ ഇടയിൽ കല്ലുമ്മക്കായും വരുന്നുണ്ട്. ഓ എന്തൊക്കെയാ ഉണ്ടാക്കണേ, നടക്കട്ടെ. നമ്മളെ കുക്ക് എത്തിയിട്ടുണ്ട്. മീനുമ്പോ മസാല ചോണ്ട് കേട്ടോ. ഞങ്ങൾ തിന്നിട്ട് അഭിപ്രായം പറയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അതെ, സ്പെഷ്യൽ മസാലയാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സുലു കപ്പ. പച്ചക്കായും കല്ലുമ്മക്കായ്ക്ക് പ്രത്യേകിച്ച് പേരുണ്ടോ? ഇല്ലല്ലോ. ഇതാണ് കല്ലുമ്മക്കായ. മിസ്ത്രിയാക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, പൊളിച്ചിട്ട് നമുക്ക് കാണിച്ചു. ഇനി ഇത് കണ്ട് ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടായിക്കോട്ടെ. എന്ത് മറ്റേ കല്ലുമ്മക്കായ പൊളിച്ചതിലേക്ക് ഇടുക. പൊളിച്ചിട്ട് ഇത് വേവിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യും. ഓക്കെ, നമ്മളിവിടെ തന്നെ പിടിച്ചതാണ്. നമ്മളിവിടെ തന്നെ ഈ സാധനം ഉണ്ട്. കല്ലുമ്മക്കായ ഉണ്ട് അല്ലേ? ഇത് ചൂടായതിനു ശേഷമാണോ അത്? ഇപ്പൊ ഇത് ടൊമാറ്റോ, ഓണിയൻ, ജിഞ്ചർ പേസ്റ്റ്, പച്ചക്കായ അത് മാത്രമായി കിട്ടും. ഇനി കുറച്ച് മസാല വെച്ച് വെള്ളം പറഞ്ഞിട്ട് മഞ്ഞപ്പൊടി, മുളകും പൊടി, ചില്ലി പൗഡർ എല്ലാം മിക്സ് ചെയ്തിട്ട് വേവിക്കും. ഒരു വിസിൽ എടുത്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളേക്ക് കല്ലുമ്മക്കായ ആഡ് ചെയ്തിട്ട് പിന്നെ ഒരു വിസിൽ എടുക്കാം. കോപ്പിറൈറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ബനാന കല്ലുമ്മക്കായാണ് ഇപ്പൊ ഉണ്ടാക്കണത്. അതിന് ചെമ്മീന്
കപ്പ. ചെമ്മീനും കപ്പയാണ് സുലു കപ്പ. സുലു കപ്പ. ഓക്കെ ഓക്കെ. ഇതിപ്പോ ബനാന കല്ലുമ്മക്കായ. ബനാന കല്ലുമ്മക്കായ. ഓക്കെ. ഇതിന് ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ല. മറ്റേ പിന്നെ സുലു കപ്പ. സുലു കപ്പ എന്തൊക്കെയാ ഉമ്മ കേട്ടോളി, സുലു കപ്പന്റെ കേട്ടോളി. ഇത് സുലു കപ്പ നമ്മൾ കുക്കറിൽ വേവിക്കുക, വിസിലിടാതെ വേവിക്കുക. എന്നിട്ട് ആ വെള്ളത്തിൽ നമ്മൾ കപ്പ വേവിക്കുക. ആ വെള്ളത്തിൽ കപ്പ വേവിക്കുക. എന്നിട്ട് രണ്ടും കൂടി മിക്സായിട്ട് നമ്മൾ അതിലേക്ക് പിന്നെ ക്യാപ്സിക്കൻ, ഓണിയൻ, ചുമന്ന മുളക്, കരിവേപ്പില രണ്ടിന് വഴറ്റിയിട്ട് ഇത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് കട്ടി തേങ്ങാപ്പാൽ ഓക്കെ. വേറെ മസാല ഒന്നുമില്ല. ഉപ്പ്, ഉള്ളി, ഓയിൽ മാത്രം. ഈ സാധനം എന്തിനാ? ഈ സാധനം കാണാൻ വേണ്ടി വീഡിയോസിൽ വെച്ചോളൂ. ഇതിന് ഇത് വേവിച്ചാണ്ട് ഇത് പോരാതെയാണോ ഈ കപ്പ നിൽക്കുന്നത്? ഇത് വേവിക്കും നമ്മൾ കുറച്ച് ജസ്റ്റ് ഹാഫ് വേവ് വേവിക്കും. എന്നിട്ട് അതിക്ക് നമ്മൾ ഈ കപ്പ ഇട്ടിട്ട് അപ്പൊ രണ്ടും കൂടി ഉടക്കും. എന്നിട്ട് അതിന് നമ്മള് കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കും. അപ്പൊ അതിക്ക് നമ്മള് മസാല ഒന്നുമില്ല. ഇത് മാത്രം. ഓ, ഉപ്പും പച്ചമുളക്, ഈ ഉള്ളി ഇത് നിൽക്കില്ല. ഞാൻ അടുത്ത ഉണ്ടാക്കണ്ട നമുക്ക് സുലു കപ്പ. ആർക്കും ഉണ്ടാക്കാം, വീഡിയോ കാണാൻ ആർക്കും ഉണ്ടാക്കാം. ഡിഷ് കിട്ടിയത് എടപ്പള്ള സുലുവിന്റെ ഡിഷാണല്ലോ. കല്ലുമ്മക്കായ വേറെ ഡിഷ്. അത് വേറെ ഡിഷാണ്. അത് ഇതിലേക്ക് ബന്ധമല്ല. ഇത് ചെമ്മീനാണ്. ഇത് ഇവിടെ ഉണ്ട് സാധനം. ഈ വെള്ളത്തിലോ അത് ഇന്ന് എന്തോ കന്നി നമ്മളൊരു കുളം വറ്റിച്ചിട്ട് അതിന്റെ വെള്ളം കത്തി നമ്മളത് വാരിച്ചതാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കിട്ടുന്ന നെട്ടർ, തിലോപ്പി അങ്ങനത്തെ സാധനങ്ങൾ നമ്മളെ കുഴപ്പമില്ല. ഇത് മാത്രമല്ല, ഈ കാട, കോഴി അങ്ങനെ തുടങ്ങിയ സാധനങ്ങളുണ്ട്. എല്ലാം ഉണ്ട് ഇവിടെ. വേണമെങ്കിൽ യമുന വരെ ബിരിയാണി വെച്ചു. നമ്മൾ ഇവിടുന്ന് എല്ലാം ഫ്രഷ് എടുത്തിട്ട് ഇവിടുന്ന് വെച്ച് കൊടുക്കണം. അങ്ങനെ ഫിഷും ചിക്കനും എല്ലാം ഫാം ഓർഗാനിക് ആയിട്ടുള്ളത്. പച്ചക്കറിയുടെ ഫാം അപ്പുറം. എന്നുവെച്ചാല് പുറത്തുനിന്ന് വാങ്ങി കൊടുത്തിട്ട് എല്ലാം ഒന്നും ഉണ്ടാക്കണേ. എല്ലാ സാധനവും ഇവിടെ മറ്റേ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ സാധനം വെച്ചിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് ഉണ്ടായിക്കോളൂ. അത്രയും പ്രീമിയം ആട്ടോ പോയച്ചാല്. അല്ല, ഇങ്ങനെ സംഭവം വേറെ എവിടെ ഉണ്ടാവില്ല. എന്നുവെച്ചാല് വേറെ എവിടെ ഫുഡ് കൊടുക്കുകയാണെങ്കിലും കടയിൽ പോയി വാങ്ങി കൊടുത്തിട്ട് ഉണ്ടാക്കണേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോ ചിക്കൻ വരെ, മീൻ വരെ ഒക്കെ ഇവിടുന്ന് നമുക്ക് നാളെ രാവിലെ കാണാം. അത് വേറെ എവിടെ ഇല്ല കേട്ടോ. നമ്മൾ കുറെ സ്ഥലത്ത് നിൽക്കാൻ പോയിട്ടുണ്ട്. അതെ അതെ അതെ, അത് ശരി. കുഞ്ഞുമണി ആ പപ്പാന്റെ ഒപ്പം കളിച്ച കുഞ്ഞുമണി മൊട്ടാപ്പി കളിച്ചോക്കെ കുഞ്ഞുമണി. ഓക്കെ, നമ്മളെ സാധനമായി. ഞാൻ അടുത്ത് ഇത് ഇടാട്ടോ. മറ്റേ കല്ലുമ്മക്കായ ഇട്ടു. ഒരു വിസിലടിച്ചു, കല്ലുമ്മക്കായ ആയിക്ക് ഇട്ടു, മിക്സ് ചെയ്തില്ല. അപ്പൊ ഇനി അടുത്ത വിസിൽ മഴ അടിച്ചാ ഇത് റെഡിയായി. ഓക്കെ, ജസ്റ്റ് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇപ്പൊ ഇത് ആയി. ഇനി വേവിക്കണ സാധനം അല്ലേ? വെളിച്ചെണ്ണി നമ്മളെ മറ്റേ കരിവേപ്പിലൊക്കെ ഇട്ടാണ്ട് വേവിച്ചല്ലേ? അത്രേ. ഇതിപ്പോ നമ്മളെ മറ്റേ ചെമ്മീന് ഇതാക്കണേ. ചെമ്മീൻ വേവിക്കാം. ഓക്കെ ഓക്കെ. മസാല കിട്ടാണ് കുക്കറിൽ വെച്ച്. കൊള്ളാം കൊള്ളാം, സൂപ്പർ സൂപ്പർ. ഓ, നമ്മളെ കല്ലുമ്മക്കായ ഒരു രക്ഷയില്ല. പച്ചക്കായ, കായന്റെ തോല് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കണം. അടിപൊളി സാധനം. കല്ലുമ്മക്കായ, പച്ചക്കായ, കായന്റെ തോല്. ചെമ്മീനാണ്. ഈ ചെമ്മീൻ വേവിച്ച വെള്ളമാണ് കപ്പയിൽ ഒഴിക്കുന്നത്. അത്ര മതിയാവും കേട്ടോ. നമ്മൾ വന്നിട്ട് ശരിയായിട്ട് നോക്കാം. ചെമ്മീൻ വേവിച്ചു കഴിഞ്ഞില്ലേ? ചെമ്മീൻ ജസ്റ്റ് വേവിച്ചു കഴിഞ്ഞു. ആ വെള്ളം കപ്പയിൽ ഒഴിച്ചു. കപ്പ വേവിച്ചു. കപ്പ വേവിക്കും. അപ്പൊ കപ്പ ചെമ്മീൻ വേവിച്ച് ഇതിൽ വേവിച്ച് ചെമ്മീൻ മിക്സ് ചെയ്തിട്ട്. ഓക്കെ, കപ്പ വേവിച്ച കപ്പയ്ക്ക് ചെമ്മീൻ മിക്സിങ് അല്ലേ? ഇതിലേക്ക് വേറെ മസാല ഒന്നുമില്ലല്ലേ? ഇല്ല, മസാല വെറും പച്ചമുളക്, ഉപ്പ് മാത്രം.
ആ സാധനമൊക്കെ കിട്ടണോ? അത് ലാസ്റ്റ് പറവില്ല, ലാസ്റ്റ് ഇടുള്ളൂ അല്ലേ? ഇപ്പൊ നമ്മളാ വേവിച്ചലും ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? ആ സാധനം വേറെ ചട്ടിൽ ഉണ്ടാക്കിയിട്ട് ഇതായിക്കോട്ടെ. നമ്മള് ഇതിലേക്ക് മിക്സ് ചെയ്യും. ഈ സാധനം എണ്ണയിൽ വാട്ടല്ലേ? കുറച്ച് ടൊമാറ്റോ സോസും ആണല്ലേ? ടൊമാറ്റോ സോസ് അത് പ്രത്യേകം പറയണം. ടൊമാറ്റോ സോസ് അല്ല കേട്ടോ, വെളിച്ചെണ്ണ. ഒരു വെല്ലുള്ളി, 5-6 വറ്റൽമുളക്, ഒറ്റ വെല്ലുള്ളി അരിഞ്ഞത്, ഒരു വെല്ലുള്ളി മാത്രം, ഒറ്റ വെല്ലുള്ളി മാത്രം. പിന്നെ ക്യാപ്സിക്കൻ, കുറച്ച് വന്നു മുളക്. അതിനുശേഷം കട്ടി തേങ്ങാപ്പാൽ, 1-2 തേങ്ങന്റെ കട്ടിപ്പാൽ വെച്ചിട്ട്. സബ്സ്ക്രൈബേഴ്സ് ഇത് ഉണ്ടാക്കിയതിനു ശേഷം അഭിപ്രായം കമന്റിൽ അറിയിക്കാം അല്ലേ? കമന്റിൽ അറിയിക്കാം. അപ്പൊ മൂപ്പർക്ക് സന്തോഷമായിക്കോളും. എന്തായാലും ഒന്ന് ഉണ്ടാക്കിക്കോളൂ. കാരണം വലിയ പണിയൊന്നുമില്ല, കുറച്ച് സാധനങ്ങളുള്ളൂ. 2-3 സാധനം മാത്രം. അതെ, അത്രേ ഉള്ളൂ. തേങ്ങാപ്പാൽ. അപ്പൊ ഗൈസ് നമ്മളെ വേവിച്ച സാധനം ഇട്ട് തേങ്ങാപ്പാൽ വെച്ചു, മിക്സ് ആക്കുന്നു. ഞങ്ങൾ ഏതായാലേ മലമ പോയിട്ട് ഉണ്ടാക്കാനൊരു പ്ലാൻ ഇട്ടിരുന്നു ഞങ്ങള് ഓഫീസിലെ ചെക്കന്മാര്. അപ്പൊ അന്ന് ഈ ഡിഷായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യണത് സുലു കപ്പ. ഷെബീബ് കുറെ കാലമായി ആളാവാൻ തുടങ്ങിയിട്ട്. ഇനി ഞാൻ ആളാവട്ടെ. ഗൈസ് മൊട്ടാപ്പി ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാണ്. എങ്ങനെയുണ്ട്? ആദ്യം ഇറക്കേ എന്നിട്ട് പറയാം. ആ രസമുണ്ടല്ലേ? അതിന്റെ മസാലേന്റെ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ മുപ്പടുത്ത് പറഞ്ഞു മസാലേന്റെ കിടൂല. കുട്ടാപ്പ് ഇന്നലെ തുടങ്ങിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റേ മീന്, അമോറ്, അൽഫാം, കല്ലുമ്മക്കായ, പിന്നെ ഇതിന്റെ പേരെന്തേലും സുലു കപ്പ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മളെ എറാ നേച്ചറിലാട്ടോ ഇവിടെ പെരുന്തമണ്ണുള്ള നമ്മളെ കുക്ക് ഇതാക്കണു. സെറ്റല്ലേ? ഫുൾ ടീമുണ്ട് ഗൈസ്. ഓ നമ്മൾ ഓക്കെയാണ്. അതെ, ഇതിന്റെ കുറെ സാധനം നമ്മൾ ടേസ്റ്റ് ചെയ്തു. ഒരു രക്ഷയില്ല, കേട്ടില്ല. ഇരിക്കുമാ കഴിക്കേ. ആ തേങ്ങാപ്പാൽ നമ്മള് ഇത് നമ്മൾ വെറൈറ്റി ഡിഷായിട്ടോ. ഗൈസ് പൂളിന്റെ വലിപ്പം നോക്കിട്ടോ. അങ്ങോട്ട് നോക്കിങ്ങള് എത്രങ്ങാനും വലിപ്പമല്ലോ പൂള്. നീന്ത മത്സരം നടത്താനുള്ള പൂളുണ്ട്. കിട്ടില്ല. ഇവിടെ ക്യാമ്പ് ഇത് കത്തിച്ചാണ്ട് ഇങ്ങനെ ഇരിക്കാം. ഗൈസ് ഇമ്മ രാവിലെ നീച്ച് വാർത്തൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ. പാത്തുമാൻ ചായ എവിടെ? എനിക്ക് കട്ടൻ ചായ മതി. എന്നെ ഓണത്തിയോ? ആ തല്ലോനെ നീച്ചക്കല്ല ഓണത്തീക്ക. ആ നല്ല ഉറക്കായിരുന്നു. ഇതായിട്ടോട് തിരിച്ചിട്ടല്ല. എന്നോട് തീർച്ചയാ, ബാവനോട് തീർച്ചയാ, ഇപ്പാനോട് തീർച്ചയാ. ഞാൻ എടുക്കുമ്പോ തീർച്ചിട്ടില്ല. എനിക്ക് പരിയെത്തുമ്പോ മമ്മ ഉണ്ടാവുള്ളൂ കേട്ടോ. നീ ഇപ്പൊ എന്റെ പെണ്ണിന് പറ്റുന്നില്ല. ഇവിടെ അല്ലേ ഇവള് ഭാവന്റെ അടുത്ത് പലയിടത്തും എന്റെ അടുത്തേക്ക് പോയില്ല. ഒരു ചിരിച്ചിലൊന്നുമില്ല. മമ്മാക്ക് ചിരിച്ചു കൊടുക്കേ. നോക്കണൊക്കെ ചിരിച്ചാണ്. നോക്കണൊക്കെ എന്ത് മാറിയോ? ചായ കുർബാനി 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 എവിടുന്ന് ഈ പാട്ടൊക്കെ വരുന്നേ? ആന്ന് പാട്ട്
ഗൈസ് നമ്മളെ കുഞ്ഞുമണി മാറ്റിക്കിട് ഗൈസ്. കുഞ്ഞുമണി പുതിയ ഉപ്പായിട്ടിക്കടോ. ആ പുതിയ ഉപ്പായിട്ടിക്കടോ. ആ പോണ്ട് എന്നെ കൊണ്ടുപോണ്ട്. ആ ഗൈസ്, അപ്പം നമ്മളെ എറ നേച്ചറിൻ്റെ രാവിലത്തെ വിഷ്വൽ കാണിച്ചു തരാം. രാവിലെ പറഞ്ഞാൽ 10 മണിയായി. ഒരു രക്ഷയില്ലാത്ത സംഭവം കേട്ടോ. എന്താ രസം. ഇവിടെ നോക്കി, ഒരു പക്ക പ്രീമിയം ഒരു ഫീലുണ്ട്. നമുക്കിവിടെ ഇവിടുന്ന് പോകാൻ തോന്നുന്നു. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നു. അങ്ങനത്തെ ഒരു ഫുള്ള് സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. ഒരു വണ്ടീൻ്റെ സൗണ്ട് ഒന്നും കേൾക്കില്ല. കുറേ ഇവിടുത്തെ ഫാമിൻ്റെ പക്ഷികളെ സൗണ്ട്, അങ്ങനത്തെ സൗണ്ടൊക്കെ കേൾക്കുക. ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാടുണ്ട്. ഞങ്ങളായി നടന്നിങ്ങനെ കാണിച്ചു തരട്ടെ. അപ്പോൾ നമ്മളെ കിടിലൻ കുളം. അത് നമ്മൾ ഇന്നലെ രാത്രി ഓണാക്കിയാണല്ലോ. കുളത്തിൻ്റെ രാവിലത്തെ വിഷ്വൽ കാണിച്ചു തരാം. ഇതാണ് കുളം. ഓ, ഇതിലൊക്കെ കുളിച്ചാൽ മോനെ അല്ലേ സൈനോ? സൈനു യൂട്യൂബർ മറ്റേ സബ്സ്ക്രൈബ് ചെയ്യണം. സൈനുവിനെ വെല്ലൈക്കണം അമർത്തി വിട്ടോളി എല്ലാവരും. പുതിയ ബട്ടനാണ് നമ്മളെ കൂട്ടത്തില്. അപ്പൊ എല്ലാരും എന്തുമ്മാ എന്താ പറഞ്ഞേ? അമ്മനുണ്ടെങ്കിൽ ഓക്ക് മന വേണ്ടി വരില്ലല്ലേ? ഇപ്പൊ അമ്മ ഇല്ലാത്തപ്പോ ഓക്ക് മന വേണം. അങ്ങനെ തന്നെയാണ്. ഒരു സെൽഫി എടുത്തിട്ടും അങ്ങോട്ടാക്കിട്ടും ഇങ്ങോട്ടാക്കിട്ടും. കുട്ടൂസനാ ഇപ്പൊ അറിയണേ നമ്മളെ തെങ്ങുമ്മ ഇതേമാതിരി ഉണ്ടാക്കിയല്ലോ. ആ കിണറ്റും പടമത്തെ തെങ്ങുമ്മലേ ഇതേമാതിരി ഇങ്ങോട്ട് നിങ്ങളിപ്പോ രാത്രി ഇങ്ങനെ കയറി ഇരുന്നുണ്ടോ? എന്താ എന്റെ പ്രശ്നം? ഓളെ പപ്പെടുക്കണം പിടിച്ച പപ്പെടുത്ത ഓളെ പ്രശ്നം തീരും. എന്റെ കുഞ്ഞുമണി ഇങ്ങോട്ട് പോയാ ആ മുള്ളത്തിന് മാറിയില്ലപ്പോ. കൂടിയോ കുറഞ്ഞെങ്കിലേ ഉള്ളു. എന്തല്ലേ ഇങ്ങോട്ട് ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ലവ് മാരേജ് ആണോ ചോദിച്ചത്. എന്റെ ഇക്കാക്ക ലവ് മാരേജ് ആണോ ചോദിച്ചിട്ടുണ്ട്. മാരേജ് ആണ്. ലവ് മാരേജ്. പപ്പ ലവ് മാരേജ് ആട്ടോ കുഞ്ഞുമണി. പപ്പനെ കല്യാണത്തിന് അങ്ങനെ വിളിച്ചില്ലല്ലോ. അറേഞ്ച്ഡ് മാരേജ്. ഞാൻ ലവ് മാരേജ് ആയിട്ടുണ്ടാവും. കുട്ടാപ്പിക്ക് മാപ്പത്തില്ലേ ലവ് മാരേജ് ആണ്. വാവ രാത്രിയൊക്കെ ആർക്കൊക്കെ ഫോൺ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ചാറ്റിംഗ് ഉണ്ട്. ചാറ്റിങ്ങും ഉണ്ട്, കോളിങ്ങും ഉണ്ട്. ആപ്പിലാണോ കളി? ഉടായിപ്പാണ്. വാവ ഉള്ളു കൂടെ കളിയാണ്. മെസ്സേജ് അയച്ചാ അപ്പൊ തന്നെ പോകുന്നൊക്കെ പറയുന്നുണ്ട്. പോവും ഉള്ള ടൈം ശ്രദ്ധിച്ചോട്ടോ. വാവ നോക്കിക്കോളേ. ഇനി കുഞ്ഞുമണിക്കൊക്കെ ഇനി വലുതാവുമ്പോ ലൈൻ ഉണ്ടാവും. കുഞ്ഞുമണി അപ്പൊ നമ്മൾ നടത്തി കൊടുക്കും. ആ സമയത്തൊക്കെ അങ്ങനെ തന്നെ നിൽക്കാറ്. അതായത് അന്നിങ്ങനെ കല്യാണം ഇങ്ങനെ പെരക്കാര് പോയിട്ട് ഇങ്ങനെ പെണ്ണും കണ്ടിങ്ങനെ അറേഞ്ച് ചെയ്യും. അതൊക്കെ ഇനി ഒരു 2 ലോറി ഉണ്ടാവും ഇല്ല സൈനോ? അറേഞ്ച്. അതെ, അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു. ഇനി ഫുള്ള് ലവ് മാരേജ്, ലിവിങ് ടുഗദറൊക്കെയാണ്. ഇല്ല കുഞ്ഞുമണിയാ. ഗൈസ്, ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസും കൂടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മളെ ഇതിന്റെ ബാക്ക് വ്യൂ വരുന്നത്. ഇതാക്കണു. നമ്മളെ കല്യാണത്തിന്റെ ഹൽദി ഒക്കെ നടന്നത് ഇവിടെയാണ്. ഇവിടെ വെഡിങ് ഇവിടെയൊക്കെ വെഡിങ് നടത്താൻ പറ്റിയ ഏരിയ ഉണ്ട്. അതേപോലെ നമ്മളെ ഹൽദിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്ത സ്ഥലത്താണ്. ഗൈസ്, അങ്ങനെ റബ്ബറും തോട്ടത്തിന്റെ നടുവിലൂടെ നമ്മൾ കുട്ടികളെ പാർക്കിലേക്ക്. കുഞ്ഞുമണി എനിക്ക് പറ്റിയ പാർക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. പാർക്കൊക്കെ പോണം നമ്മള്. അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഒരു പേടിയില്ലട്ടെ നീ.
അല്ല അതിന് വലിച്ചിന് അതിന്റെ വലിച്ചു ഇങ്ങോട്ട് വരി അല്ല അപ്പത്തെ ഒരു കുഴപ്പമില്ല. ഇതിന്റെ കൂടെ കൂവൊന്നുമില്ലല്ലേ? കൂവുന്നാണ്ട് വരുന്നില്ല. ഏകദേശം 4 കൊല്ലായി ഇവിടെ. അതിനെ ഓടിക്കുന്ന അടുത്തുണ്ട്, ഇവനും കയറും. നല്ല സ്പീഡിൽ ഓടും ചെയ്യും. റൈഡിന് പോണ കുതിരയാണ്. നമ്മളിവിടുത്തെ കുട്ടികൾക്ക് തന്നെ കിട്ടും. നമ്മളെ കുട്ടികളെ വെച്ച റൈഡിങ് ഈ ഒരു സംഭവത്തിനൊന്നും. ഗൈസ്, ഇതാണ് നമ്മളെ കുട്ടികൾക്കുള്ള പാർക്ക് കേട്ടോ. അപ്പോൾ കുട്ടൂസിനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് പാർക്ക് കയറണമെങ്കിൽ പാർക്കിലും കയറാം. ഗൈസ്, അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഹൽദി നടന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനി ഹൽദി, ബ്രൈഡൽ ഷവർ അങ്ങനത്തെ പരിപാടിക്കൊക്കെ ഇവിടെ പറ്റും. അതേപോലെ അവിടെ സ്ഥലമുണ്ട്, ഒരു കല്യാണമൊക്കെ നടത്തുന്ന സ്ഥലമുണ്ട്. ഇതാകണം ഇവിടെയും നല്ല പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ നിങ്ങൾ നമ്മളെ ബാസിം ബ്ലൈറ്റിൻ്റെ കല്യാണമൊക്കെ നടന്നത് ഇവിടെയാണ്. ഇവിടെയൊക്കെ നല്ല ഔട്ട്ഡോർ സെറ്റൊക്കെ ഇട്ട് നടത്തിയുണ്ടല്ലോ മോനെ, കിടിലം പരിപാടി കയറും. അപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ഒക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇവിടെ മീറ്റിംഗ് ഒക്കെ നടത്താൻ പറ്റിയൊരു ഏരിയയാണിത്. ഒരു കോൺഫറൻസ് ഹാള്, നല്ല എന്തെങ്കിലുമൊക്കെ ബിസിനസ് പ്രൊജക്റ്റ് മറ്റ് സംഭവങ്ങളൊക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊജക്റ്റൊക്കെ വെച്ചിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു സെറ്റപ്പിൽ ഇവിടെ. പിന്നെന്തല്ലടാ അതിനും ഒരു ലിവിങ് ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്നും ചെറിയ രീതിയിലൊക്കെ നല്ലൊരു ബിസിനസ് മീറ്റിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റും. ചെറിയ ബെഡ്റൂം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതാ ഇവിടെ കല്യാണം നടക്കുന്ന സ്ഥലമാണ് ഈ സംഭവങ്ങൾ. അപ്പോൾ ഇവിടുന്ന് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഏകദേശം നല്ലൊരു ഇനിയിപ്പോൾ കല്യാണം നടത്തുമ്പോൾ കല്യാണ പെണ്ണിന് മേക്കപ്പ് ചെയ്യാനൊക്കെ പറ്റൂല ഇവിടെ. അതാണ് പർപ്പസ്. അപ്പോൾ സംഭവം കൊള്ളാം, സെറ്റപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എറാൻ നേച്ചറിലെ വിശേഷങ്ങൾ. അത്യാവശ്യം എല്ലാ സൗകര്യവും ഉണ്ട്. ഹോം സ്റ്റേ ഉണ്ട്, വെഡ്ഡിങ് നടത്താം, പിന്നെ കോൺഫറൻസ് ഹാള്, മീറ്റിംഗ് നടത്താം, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ പാർക്ക്, ഹോഴ്സ് റൈഡ്, ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ എറാൻ നേച്ചർക്ക് നമുക്ക് എന്തിനു വേണമെങ്കിലും എന്ത് വന്നാലും ഇവിടെ ഉണ്ടല്ലേ. ഇങ്ങനത്തെ ബിസിനസ് പരമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഓക്കെയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്കിപ്പോൾ ഈ കാണിച്ചിരുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഓലെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അതിൽ വിളിച്ച് ചോദിക്കുക, വരിക, പൊളിച്ചെടുക്കുക. ഈ ഹോം സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ഫീൽ ചെയ്യുന്നു. നിങ്ങൾ ഭയങ്കര ഡിപ്രഷനോ ടെൻഷനൊക്കെ അടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് വന്ന് ഇവിടെ കുളത്തിൽ കുളിച്ച് പറമ്പൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്തിട്ട് പോവാം. ഓക്കെ, അത്ര അടിപൊളിയാണ്. നല്ല ഫീലുണ്ട്. നല്ല ഫീലുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എറാൻ നേച്ചറിലേക്ക് ഞാൻ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ വിളിച്ചോളി. ഓക്കെ, നല്ല സർവീസാണ്. ചെക്കന്മാരൊക്കെ നമ്മളെ ഫുൾ ടൈം നമ്മളെ കൂടെ എന്തിനു വേണമെങ്കിലും റെഡിയാണ്. എപ്പോൾ വിളിച്ചാലും റെഡിയാണ്. ഇപ്പം ഒരു ടാറ്റ തന്നെ. ടാറ്റാ. ഓക്കെ ഗൈസ്.